Dear students, good morning to all. How are you? I think you are fine. Do you like stories? I am sure no need of such a question because every children like stories. I am sure you have read a lot of stories. You have heard a lot of stories. നിങ്ങൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടാകും. നിങ്ങൾ ഒരുപാട് കഥകൾ വായിച്ചിട്ടുണ്ടാകും. കഥകൾ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാ കുട്ടികളും. You have learned a lot of stories in our classroom. In 8th standard, in 9th standard, in 10th standard also, we have learned a lot of stories. Stories are always something about a person or a place, about a culture or about a relationships, etc. നമ്മളെ പല കഥകളും ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു കൾച്ചറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെക്കുറിച്ചോ ഒക്കെ ഉള്ളതായിരിക്കും. നമ്മൾ ഇന്ത്യ, നമ്മുടെ രാജ്യമായ ഇന്ത്യയെക്കുറിച്ച് വി ഹാവ് ലേൺഡ് എ ലോട്ട് ഓഫ് സ്റ്റോറീസ്. വി ഹാവ് ഹേർഡ് മെനി സ്റ്റോറീസ് അബൌട്ട് അവർ ലാംഗ്വേജ്, about our languages. We have learned and we have heard many stories about our culture, many stories about our village life, etc. Do you think a single story creates a picture of India? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു കഥ ഇന്ത്യയെ പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ ഉതകുന്ന കഥയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇന്ത്യയുടെ ലാംഗ്വേജസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. ഇന്ത്യയുടെ വ്യത്യസ്തമായ ഡ്രസ് സ്റ്റൈലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. വ്യത്യസ്തമായ മതങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. വ്യത്യസ്തമായ സംസ്കാരങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴേ പൂർണ്ണമായിട്ടും നമുക്ക് ഇന്ത്യയെ മനസ്സിലായി എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും ഒരു സിംഗിൾ സ്റ്റോറി, ഒരു കഥ ഒരിക്കലും നമുക്ക് പൂർണ്ണമായ ചിത്രം നൽകുന്നില്ല. നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മളൊരു കഥ പഠിച്ചു. വി ഹാവ് ലേൺഡ് ദ സ്റ്റോറി ഓഫ് എ ഹോമിയോപാത്ത്, ദ സ്നേക്ക് ആൻഡ് ദ മിറർ, റിട്ടൺ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. ഡു യു തിങ്ക് all the homeopaths are like our hero? No. All the doctors are not like our hero. It is only a story about a homeopath. The single story does not create a whole picture of a homeopath. ഇവിടെ നമ്മൾ കേട്ടത് ഹോമിയോപ്പതി ഡോക്ടറുടെ ഒരു കഥയാണ്. ഒരിക്കലും ലോകത്തുള്ള എല്ലാ ഹോമിയോപ്പതി ഡോക്ടറും അങ്ങനെയാണ് എന്ന് നമ്മൾ കരുതരുത്. കാരണം അത് ഒരു കഥ മാത്രമാണ്. ഹോമിയോപ്പതി ഡോക്ടർമാരെ കുറിച്ചുള്ള വ്യത്യസ്ത കഥകൾ ചേർന്നാണ് ഒരു ഹോമിയോപ്പതി ഡോക്ടർ രൂപം കൊള്ളുന്നത്. ഒരിക്കലും ഒരു കഥയെ കൊണ്ട് നമുക്കൊരിക്കലും ഒരു ഹോമിയോപ്പതി ഡോക്ടറുടെ ജീവിതം അങ്ങനെയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാനോ കരുതാനോ പറ്റില്ല. അങ്ങനെ കരുതുമ്പോൾ അത് വലിയ അപകടങ്ങളിലേക്ക് നയിക്കും. ഡിഡ് യു ഹിയർ അബൌട്ട് ആഫ്രിക്ക? എനിത്തിങ് അബൌട്ട് ആഫ്രിക്ക? ഐ ആം ഷുവർ യു ഹാവ് ഹേർഡ്. ആഫ്രിക്ക is not only a country but also it is the name of a continent. Just like our Asia, just like Europe, Africa is a continent. Okay? When I say Africa, I'm sure that a lot of pictures, many pictures go through your mind. ഞാൻ ആഫ്രിക്ക എന്ന് പറഞ്ഞപ്പോൾ
നിങ്ങളുടെ മനസ്സിലൂടെ ഒരുപാട് ചിത്രങ്ങൾ പോയി മറിഞ്ഞു. എന്തൊക്കെയാണ് ആ ചിത്രങ്ങൾ? യെസ്, ഒന്ന്, ദേ ആർ ബ്ലാക്ക് പീപ്പിൾ. ഓക്കെ. യെസ്. സെക്കൻഡ്, ദെൻ യെസ്, ദേ ആർ വെരി പുവർ. They are leading a miserable life. They are leading poor life in their country. They have not enough food. They are suffering from starvation. Many people are, especially many children are dying due to lack of food. Their health condition is very poor. What about their landscape? It is just like a forest full of animals. We have got a lot of pictures about Africa. When I say the word Africa, these kind of pictures passed through your mind. ഞാൻ ആഫ്രിക്ക എന്ന് പറഞ്ഞ ഒരു കോണ്ടിനെൻറ്റിനെ കുറിച്ച്, ഒരു ഭൂഖണ്ഡത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് ചിത്രങ്ങൾ വന്നു അല്ലേ? അവർ കറുത്ത വർഗ്ഗക്കാരാണ്. അവർ വളരെ ദാരിദ്ര്യം നിറഞ്ഞ സ്ഥലത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കുട്ടികൾ ഭക്ഷണം കിട്ടാതെ മരിക്കുന്ന സ്ഥലമാണത്. ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലൂടെ കടന്നു പോയിട്ടുണ്ട്, എനിക്കറിയാം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അങ്ങനത്തെ ചിത്രങ്ങൾ വരാൻ കാരണം? യു ഹാവ് ഗോട്ട് സം സ്റ്റോറീസ് അബൌട്ട് ആഫ്രിക്ക. നമുക്കിവിടെ ഒരു വർക്ക് ഷീറ്റ് പരിചയപ്പെടാം. വി ഹാവ് എഡ് എ ലോട്ട് ഓഫ് ഫാൾസ് സ്റ്റോറീസ് അബൌട്ട് ആഫ്രിക്ക. സെലക്ട് ദി കറക്റ്റ് വൺസ് ഫ്രം ദി സ്റ്റേറ്റ്മെൻറ്റ് ബിലോ ആൻഡ് ടിക്ക് ദം. ആഫ്രിക്കയെക്കുറിച്ച് നമ്മൾ ധാരാളം തെറ്റായ കഥകൾ കേട്ടിട്ടുണ്ട്. ചുവടെയുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്ത് ടിക്ക് മാർക്കുകൾ നൽകുക. ക്വസ്റ്റ്യൻ നമ്പർ 1. ഓൾ ആഫ്രിക്കൻസ് ആർ അൺഎഡ്യൂക്കേറ്റഡ്. എല്ലാ ആഫ്രിക്കക്കാരും വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. നോട്ട് ഓൾ ആഫ്രിക്കൻസ് ആർ പുവർ. എല്ലാ ആഫ്രിക്കക്കാരും ദരിദ്രരല്ല. ക്വസ്റ്റ്യൻ നമ്പർ 3. ഓൾ ആഫ്രിക്കൻസ് ആർ ബ്ലാക്ക്. എല്ലാ ആഫ്രിക്കക്കാരും കറുത്തവരാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. നോട്ട് ഓൾ ആഫ്രിക്കൻസ് ആർ സ്റ്റാവിങ്. എല്ലാ ആഫ്രിക്കക്കാരും പട്ടിണിക്കാരല്ല. നിങ്ങളുടെ മനസ്സിലേക്ക് ചാനലുകളും വ്യത്യസ്തമായ വാർത്താ മാധ്യമങ്ങളൊക്കെ ചില ചിത്രങ്ങൾ ആഫ്രിക്കയെക്കുറിച്ച് തന്നിട്ടുണ്ട്. അത് സിംഗിൾ സ്റ്റോറീസാണ്. ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്. അതൊരിക്കലും ഒരു രാജ്യത്തിൻ്റെ പൂർണ്ണതയാണോ? അല്ല. ദ സിംഗിൾ സ്റ്റോറീസ് ആർ നോട്ട് കംപ്ലീറ്റ്. ദേ ആർ ഇൻകംപ്ലീറ്റ്. Okay, a group of stories creates the picture of Africa. ആഫ്രിക്കയെക്കുറിച്ച് യഥാർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് സ്റ്റോറികൾ നമ്മൾ പഠിക്കണം. എവിടുന്നോ കേട്ട ചില സ്റ്റോറികൾ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് നാം കുറേ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞത്. ദേ ആർ ബ്ലാക്ക് പീപ്പിൾ. ഓൾ ദ ആഫ്രിക്കൻസ് ആർ ബ്ലാക്ക് പീപ്പിൾ. തെറ്റാണ്. Did you see South African cricket team? There are many white fellows there. Then you said they are very poor. No. Some wealthy persons are there. You may think they are uneducated. No. Some educated people are there. Some poets, beautiful poets are there. Some philosophers are there. Okay. The single story created a lot of problems. Single story does not give a complete picture. Single story gives only a partial picture of something. Here we are going to a beautiful chapter. The name of our chapter is The Danger of Single Stories. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഒരു സുന്ദരമായ ചാപ്റ്ററിലേക്കാണ്. അതിൻ്റെ പേര് ദ ഡേഞ്ചർ ഓഫ് സിംഗിൾ സ്റ്റോറി എന്നാണ്.
സിംഗിൾ സ്റ്റോറിയുടെ അപകടം എന്നതിനെക്കുറിച്ച്, അതിൻ്റെ അപകടത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സ്പീച്ച് delivered by Chimamanda Ngozi Adichie on the occasion of TED Talk. ഇത് ഡേഞ്ചർ ഓഫ് സിംഗിൾ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ, ഇതൊരു സുന്ദരമായ പ്രസംഗമാണ്. TED എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫങ്ഷനിൽ വെച്ചിട്ട്, അവർ നടത്തുന്ന ഒരു ഫങ്ഷനിൽ വെച്ചിട്ട് ആഫ്രിക്കൻ എഴുത്തുകാരിയായിട്ടുള്ള ചിമമണ്ട ഗോഷി അഡിഷി നടത്തിയ സുന്ദരമായ ഒരു പ്രസംഗമാണ് ദ ഡേഞ്ചർ ഓഫ് സിംഗിൾ സ്റ്റോറി. ത്രൂ ദിസ് സ്പീച്ച് ഷീ ട്രൈസ് ടു പ്രൂവ് ദ ഡേഞ്ചർ ഓഫ് സിംഗിൾ സ്റ്റോറീസ്. She takes some experiences from her own life to prove her commands. യഥാർത്ഥത്തിൽ ഈ പ്രസംഗത്തിലൂടെ അവൾ ചെയ്യുന്നത് സിംഗിൾ സ്റ്റോറിയുടെ മുൻകൂട്ടിയുള്ള ധാരണയുടെ അല്പം അറിവിൻ്റെ അപകടത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. എല്ലാം അവളുടെ അനുഭവത്തിൽ നിന്നുള്ള ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചിട്ട് അവൾ പറയുന്നു, സിംഗിൾ സ്റ്റോറീസ് ആർ ഇൻകംപ്ലീറ്റ്. ദേ ആർ നോട്ട് കംപ്ലീറ്റ് സ്റ്റോറീസ്, സോ ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. നമ്മുടെ മലയാളത്തിലൊരു പ്രോവർബ് ഉണ്ട്, മുറിവൈദ്യൻ ആളെ കൊല്ലും. ആ കാര്യമാണ് ഈ സ്പീച്ചിലൂടെ ചിമമണ്ട അഗോഷി അഡിച്ചി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ദ ഡേഞ്ചർ ഓഫ് സിംഗിൾ സ്റ്റോറി ഈസ് എ ബ്യൂട്ടിഫുൾ സ്പീച്ച് ഡെലിവേർഡ് ബൈ Chimamanda Ngozi Adichie, an African writer, on the occasion of TED Talk. In this speech, she describes the danger of a single story. In order to prove it, she takes some of her experiences from her life. ചിമമണ്ട അഗോഷി അഡിച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ആഫ്രിക്കൻ റൈറ്റർ നടത്തിയ ഒരു സ്പീച്ചാണ് ഡേഞ്ചർ ഓഫ് സിംഗിൾ സ്റ്റോറി. ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്കുണ്ടാവുന്ന പാർഷ്യലായിട്ടുള്ള ഭാഗികമായ ചില ധാരണകൾ അത് വലിയ അപകടങ്ങളിലേക്ക് നയിക്കും എന്നാണ്, ചില മുൻധാരണകൾ വലിയ അപകടങ്ങളിലേക്ക് നയിക്കുമെന്നാണ് ഈ സ്പീച്ചിലൂടെ ആഫ്രിക്കൻ റൈറ്റർ പറയുന്നത്. അവളുടെ അനുഭവത്തിൽ നിന്ന് ചില അനുഭവങ്ങൾ എടുത്തുകൊണ്ട് അവളത് തെളിയിക്കുന്നുണ്ട്. നോക്കുക, ഡേഞ്ചർ ഓഫ് സിംഗിൾ സ്റ്റോറി. ഷീ ബിഗിൻസ് ഹർ സ്പീച്ച് ഇൻഫോർമലി. അവളൊരു അനൗദ്യോഗികമായിട്ടാണ് സ്പീച്ച് തുടങ്ങുന്നത്. സാധാരണ എനിക്കറിയാലോ, റെസ്പെക്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇതൊന്നുമില്ല, നേരെ അവൾ പറയാം, ഐ എം എ സ്റ്റോറി ടെല്ലർ, ഞാനൊരു കഥ പറച്ചിലുകാരിയാണ്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഫ്യൂ പേഴ്സണൽ സ്റ്റോറീസ്, എൻ്റെ ചില വ്യക്തിപരമായ കഥകൾ, അബൌട്ട് വാട്ട് ഐ ലൈക്ക് ടു കോൾ, ഞാൻ അതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു എന്ത്, ദ ഡേഞ്ചർ ഓഫ് സിംഗിൾ സ്റ്റോറി. ഞാൻ ആ കഥകളെ ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ഡേഞ്ചർ ഓഫ് സിംഗിൾ സ്റ്റോറി എന്ന്, സിംഗിൾ സ്റ്റോറിയുടെ അപകടം എന്നാണ് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയട്ടെ നിങ്ങളോട് എൻ്റെ കഥ. ഐ ഗ്രൂ അപ്പ്, ഞാൻ വളർന്നത് ഓൺ എ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് ഞാൻ വളർന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക്? ഈസ്റ്റേൺ നൈജീരിയ,
ഈസ്റ്റേൺ നൈജീരിയയിലെ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ്. മൈ മദർ സേസ്, എൻ്റെ അമ്മ പറഞ്ഞ അറിവേ എനിക്കുള്ളൂ. എൻ്റെ അമ്മ പറഞ്ഞു, എന്താ എൻ്റെ അമ്മ പറയാറ്? ഐ സ്റ്റാർട്ടഡ് റീഡിങ്, ഞാൻ എൻ്റെ വായന തുടങ്ങിയത് അറ്റ് ദ ഏജ് ഓഫ് 2, 2 വയസ്സിലാണ് നമ്മ പറയാറുണ്ട്. ആൾദോ അങ്ങനെയാണെങ്കിലും ഐ തിങ്ക് ഇറ്റ് പ്രോബബ്ലി ഹാപ്പൻഡ് വെൻ ഐ വാസ് 4. ഐ എം ഷുവർ മദർ ആൾവേസ് സേസ് ഐ സ്റ്റാർട്ടഡ് മൈ റീഡിങ് അറ്റ് ദ ഏജ് ഓഫ് 2. അമ്മ എപ്പോഴും പറയാറുണ്ട് ഞാൻ 2 വയസ്സിൽ വായന തുടങ്ങിയെന്ന്. പക്ഷേ എന്നാലും ആൾദോ അങ്ങനെയാണെങ്കിൽ അമ്മ പറയാറുണ്ടെങ്കിൽ പോലും റിയലി ഐ സ്റ്റാർട്ടഡ് മൈ റീഡിങ് അറ്റ് ദ ഏജ് ഓഫ് 4. 4 വയസ്സിലാണ് യഥാർത്ഥത്തിൽ ഞാൻ വായന തുടങ്ങിയത്. സോ അതുകൊണ്ട് തന്നെ ഐ വാസ് ഏർലി റീഡർ. ഞാനൊരു തുടക്കത്തിൽ തന്നെ നേരത്തെ വായിച്ച ഒരാളായിരുന്നു. ആൻഡ് വാട്ട് ഐ റീഡ്, ഞാൻ വായിച്ചിരുന്ന ബുക്ക് എന്താ നിങ്ങൾക്ക്? ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ചിൽഡ്രൻസ് ബുക്സ്. ഞാൻ സാധാരണയായിട്ട് വായിച്ചിരുന്നത് അമേരിക്കയിലെയും അതുപോലെ തന്നെ ബ്രിട്ടനിലെയും സുന്ദരമായ കുട്ടികൾക്കുള്ള ബുക്കുകളാണ്. ഞാൻ അതായിരുന്നു വായിച്ചിരുന്നത്. പറഞ്ഞപ്പോൾ ദർ ഈസ് എ ഡൗട്ട് ഇൻ യുവർ മൈൻഡ്, സർ, ഹൗ ക്യാൻ എ ചൈൽഡ് ഫ്രം ആഫ്രിക്ക റീഡ് അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ബുക്സ്? അല്ല സാറേ, എങ്ങനെയാണ് ആഫ്രിക്കയിലെ അല്ലെങ്കിൽ നൈജീരിയയിലെ ഒരു കുട്ടി എങ്ങനെയാണ് അമേരിക്കയിലെയും അതുപോലെ തന്നെ ബ്രിട്ടനിലെയൊക്കെ ബുക്കുകൾ വായിക്കാൻ കഴിയുക? ഇംഗ്ലീഷിലല്ലേ അത് എന്നൊക്കെ അങ്ങ് തോന്നുന്നുണ്ടോ? ഒരു സത്യം ഞാൻ പറയാം, കുറച്ച് കഴിഞ്ഞിട്ട് അത് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. നൈജീരിയയിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാ അറിയാം നിങ്ങൾക്ക്? അത് ഇംഗ്ലീഷാണ്. അതുകൊണ്ട് തന്നെ ഐ ഗോട്ട് ദ ബുക്സ് ഫ്രം അമേരിക്ക ആൻഡ് ബ്രിട്ടൻ ഇൻ മൈ ചൈൽഡ്ഹുഡ്. അടുത്ത പാരഗ്രാഫിലേക്ക് നോക്കാം. ഐ വാസ് ഓൾസോ ആൻ ഏർലി റൈറ്റർ. ഏർലി റീഡറായിരുന്നു ഞാൻ, ശരിയാണ്. അതുപോലെ തന്നെ ഐ വാസ് ഓൾസോ എ ഏർലി റൈറ്റർ. ഞാനൊരു ഏർലി റൈറ്ററും കൂടിയാണ്, നേരത്തെ എഴുത്ത് തുടങ്ങിയ ആളും കൂടിയാണ്. വെൻ ഐ ബിഗൻ ടു റൈറ്റ്, അങ്ങനെ ഞാൻ എൻ്റെ എഴുത്തുകളൊക്കെ തുടങ്ങിയപ്പം, കഥാരചനയൊക്കെ തുടങ്ങിയപ്പോൾ ആൾമോസ്റ്റ് അറ്റ് ദ ഏജ് ഓഫ് 7, ഏകദേശം 7 വയസ്സിൽ ഞാൻ എൻ്റെ എഴുത്ത് തുടങ്ങിയപ്പോൾ എന്തൊക്കെയാണ് ഞാൻ എഴുതിയിരുന്നതെന്ന്? സ്റ്റോറീസ് ഇൻ പെൻസിൽ കൊണ്ട് എഴുതുന്ന കഥകൾ വിത്ത് ക്രയോൺ ഇല്ലുസ്ട്രേഷൻസ്. അതിലൊക്കെ ക്രയോണിൻ്റെ ചിത്രീകരണങ്ങളുണ്ടാവും, നമ്മൾ ഭാഷ പറഞ്ഞാൽ ചിത്രകഥകൾ. ക്രയോൺ ഇല്ലുസ്ട്രേഷൻസ് കൂടിയുള്ള ചില കഥകൾ ഞാൻ എഴുതും. ദാറ്റ് മൈ പുവർ മദർ വാസ് ഒബ്ലിഗേറ്റഡ് ടു റീഡ്. എൻ്റെ പാവപ്പെട്ട അമ്മ നിർബന്ധവശാൽ വായിക്കേണ്ടി വരും. അതൊക്കെ ഞാൻ നിർബന്ധിച്ച് അമ്മയോട് വായിപ്പിക്കും. അങ്ങനത്തെ കഥകളായിരുന്നു ഞാൻ എഴുതിയിരുന്നത്. ഓൾ മൈ ക്യാരക്ടേഴ്സ് വേർ, ഞാൻ എഴുതിയ കഥയിലുള്ള എല്ലാ എൻ്റെ ക്യാരക്ടേഴ്സും ഒരു വൈറ്റ്. ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് എൻ്റെ ക്യാരക്ടേഴ്സ് മുഴുവനും എന്തായിരുന്നു? വൈറ്റ്, വെള്ളക്കാരായിരുന്നു. ആൻഡ് ബ്ലൂ ഐറ്റ്, നീല കണ്ണുള്ളവരായിരുന്നു. ഹൗ ലവ്ലി ഇറ്റ് വാസ്. അവരിടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എത്ര മനോഹരമാണ്. എന്ത്? ദ സൺ ഹാഡ് കം ഔട്ട്. സൂര്യൻ പുറത്തേക്ക് വരുന്നത് കാണാൻ എന്ത് രസമാണ് എന്നൊക്കെ അവർ സംസാരിക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ മഞ്ഞുണ്ടോ? ഇല്ല, അവിടെ നല്ല ചൂടാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും കാലാവസ്ഥയെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല, കാരണം അവിടെ വ്യത്യസ്തമായ കാലാവസ്ഥകളില്ല. അതുകൊണ്ട് തന്നെ അടിയിച്ച് പറയാം, എൻ്റെ ക്യാരക്ടേഴ്സ്, ഓൾ മൈ ക്യാരക്ടേഴ്സ്, ഞാൻ എഴുതിയ എല്ലാ കഥാപാത്രങ്ങളും അവർ ആപ്പിൾ തിന്നുന്നവരായിരുന്നു, അവർ മഞ്ഞിൽ കളിക്കുന്നവരായിരുന്നു, അവർ കാലാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നവരായിരുന്നു. ഇറ്റ് മീൻസ് ഓൾ മൈ ക്യാരക്ടേഴ്സ് വേർ ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ പീപ്പിൾ. ഞാൻ നൈജീരിയയിലാണെങ്കിൽ പോലും ഞാൻ എഴുതിയ കഥയിലെ ക്യാരക്ടേഴ്സ് മുഴുവനും അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് പീപ്പിൾ ആയിരുന്നു. ഐ ഹാഡ് നെവർ ബീൻ ഔട്ട്സൈഡ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഐ ഹാഡ് നെവർ ബീൻ ഔട്ട്സൈഡ്, പുറത്തേക്ക് പോയിട്ടില്ല.
നൈജീരിയൻ്റെ പുറത്തേക്ക് ഞാൻ പോയിട്ടേ ഇല്ല. വി ഡിഡിൻ ഹാവ് സ്നോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിവിടെ മഞ്ഞില്ല. വി എയ്റ്റ് മാംഗോസ്. ആഫ്രിക്കൻസായ ഞങ്ങൾ മാങ്ങകളെ തിന്നുന്നുള്ളൂ. വി നെവർ ടോക്ക്ഡ് അബൌട്ട് വെതർ. നമ്മളൊരിക്കലും കാലാവസ്ഥയെക്കുറിച്ച് സംസാരിക്കാറില്ല, ആവശ്യമില്ല. കാരണം ദർ വാസ് നോ നീഡ് ടു. അതിൻ്റെ ആവശ്യമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പം ആഫ്രിക്കക്കാരിയായ ഞാൻ, ഒരിക്കലും പുറത്തേക്ക് പോവാത്ത, ആഫ്രിക്ക വിട്ട് പുറത്തേക്ക് പോവാത്ത ഞാൻ, എൻ്റെ ക്യാരക്ടേഴ്സ് മുഴുവനും എന്തായിരുന്നു? ഓൾ മൈ ക്യാരക്ടേഴ്സ് വെർ അമേരിക്കൻസ് ആൻഡ് ബ്രിട്ടീഷ് പീപ്പിൾ. വൈ? എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് അഡീച്ചിയുടെ ക്യാരക്ടേഴ്സ് മുഴുവനും വെസ്റ്റേൺ പീപ്പിൾ ആവാൻ കാരണം? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. നമുക്ക് ഇന്നിവിടെ അവസാനിപ്പിക്കാം. അതിനു മുമ്പ് ചില ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് തരാം. റൈറ്റ് ദ ആൻസേഴ്സ് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഹൗ ഡസ് ദ സ്പീക്കർ ഡിസ്ക്രൈബ് ഹെർസെൽഫ്? എങ്ങനെയാണ് സ്പീക്കർ സ്വയം വിവരിക്കുന്നത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ: വാട്ട് കൈൻഡ് ഓഫ് സ്റ്റോറീസ് ഷീ വുഡ് ലൈക്ക് ടു ടെൽ ഇൻ ദിസ് സ്പീച്ച്? ഈ പ്രസംഗത്തിൽ അവൾ ഏതുതരം കഥകളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്? തേർഡ് ക്വസ്റ്റ്യൻ: വാട്ട് ഡസ് ഷീ കോൾ ദോസ് പേഴ്സണൽ സ്റ്റോറീസ്? അവളുടെ വ്യക്തിപരമായ കഥകളെ അവൾ എന്താണ് വിളിക്കുന്നത്? ഫോർത്ത് ക്വസ്റ്റ്യൻ: വേർ ഡിഡ് ദ സ്പീക്കർ ഗ്രോ അപ്പ്? എവിടെയാണ് സ്പീക്കർ വളർന്നത്? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: വാട്ട് ഏജ് ഡിഡ് ദ സ്പീക്കർ സ്റ്റാർട്ട് ടു റീഡ് അക്കോർഡിംഗ് ടു ഹെർ മദർ? അമ്മയുടെ അഭിപ്രായത്തിൽ സ്പീക്കർ എത്രാമത്തെ വയസ്സിലാണ് വായന ആരംഭിച്ചത്? സിക്സ്ത് ക്വസ്റ്റ്യൻ: വാട്ട് കൈൻഡ് ഓഫ് ബുക്സ് ഷീ റീഡ് ആസ് എൻ ഏർലി റീഡർ? ആടിച്ചി വായന തുടങ്ങിയ കാലത്ത് ഏത് തരം പുസ്തകങ്ങളാണ് വായിച്ചിരുന്നത്? ഉഷാറായിട്ട് ആദ്യത്തെ 2 പാരഗ്രാഫ് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ ആൻസർ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, വി ക്യാൻ സീ ലേറ്റർ. താങ്ക് യു. ബൈ ബൈ.